ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 കൊല്ലം തികയുന്ന ദിവസമാണ്. 2015 നമ്മുടെ ഈ നവംബർ 26 ഈ ദിവസമാണ് ഭരണഘടന നടപ്പിലായത്. ഈ ഭരണഘടന നടപ്പിൽ വന്ന ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലറിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. പ്രിയാമ്പിൾ എന്നുകൂടി നമ്മൾ വിളിക്കുന്ന ആമുഖത്തിൽ അങ്ങനെ പറയുന്നു. ഒരു റിപ്പബ്ലിക് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പരമ്പരാഗത ഭരണമില്ലാത്ത ഒരു രാജ്യമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അത്തരമൊരു രാജ്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് അന്ന് നിലവിൽ വന്നത്. ഒരുപക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഭരണഘടനാ സമിതി അംഗീകരിച്ച ഭരണഘടനയാണ്. 1949 നവംബർ 26 ഈ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയാണ് സുപ്രീം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പൗരൻ്റെ മൗലികമായ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിലേതെങ്കിലും ഒരു മൗലികാവകാശം ഏതെങ്കിലും ഒരു സ്ഥാപനമോ സർക്കാരോ കടന്നുചാടിയാൽ അത് സംരക്ഷിച്ചു തരാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമ്മുടെ സഹായത്തിന് വരുമെന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടുന്ന വകുപ്പുകളും ഈ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഭേദഗതി കൂടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സുപ്രീം കോടതിയിൽ സംഭവിച്ചത് കേശവാനന്ദ ഭാരതി കേസിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് ബേസിക് സ്ട്രക്ചർ തിയറിയാണെന്ന് സുപ്രീം കോടതി കൊണ്ടുവന്നത്. അതനുസരിച്ച് അടിസ്ഥാനപരമായ ഘടനയിൽ മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ല. ഭരണഘടന നിർമ്മിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിന് പോലും ആ അധികാരമില്ല എന്നുകൂടി പറഞ്ഞതിന് ശേഷം നമ്മുടെ ഭരണഘടന സുപ്രീമായി തുടരുകയാണ്. നമ്മുടെ എന്തായാലും 2015 ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പം നമുക്ക് ഒരുപാട് വിശദാംശങ്ങൾ അറിയാനുണ്ട്. കാരണം ഭരണഘടന സംരക്ഷിച്ചു തരുന്ന അവകാശങ്ങളും പൗരൻ്റെ നീതിബോധവും എല്ലാം നമുക്ക് സ്വാഭാവിക നീതി, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ സംഭവം കൂടി നമുക്ക് ലഭ്യമാകുന്നത് ശരിക്കും നമ്മുടെ ഭരണഘടന നീട്ടിത്തരുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. ഭരണഘടനയ്ക്ക് കീഴിലാണെങ്കിൽ എല്ലാം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും പൊരുളും, ഭരണവർഗങ്ങളുടെ കണ്ണെത്താ ദൂരങ്ങളിൽ ജീവിക്കുന്ന അബല മനുഷ്യരുടെ പിടിവള്ളി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്തായ കാവൽ രേഖ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷം തികയുകയാണ്. ആയിരത്തി 1949 നവംബർ 26 ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടന വിഭാവനം ചെയ്തു. ഓരോ പൗരനും നീതിയും സമത്വവും ഉറപ്പുവരുത്തണമെന്ന് ഭരണഘടന അടിവരയിട്ടു. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഭരണഘടനയുടെ ആദ്യ ആമുഖത്തിന്റെ ഭാഗമായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസം ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം പിടിച്ചു. ഇതുവരെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിട്ടുള്ള ഏക ഭേദഗതിയായിരുന്നു ഇത്. രണ്ട് വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് എഴുതി തീർത്തതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനാ അസംബ്ലി യോഗങ്ങളിൽ പലതരം ചർച്ചകളും തിരുത്തിയെഴുതലുകളും നടന്നു. രാജ്യത്തിന്റെ പരമോന്നത നിയമസംഹിത എഴുതിക്കൂട്ടുന്നതിന് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ കണ്ണും കരുത്തുമായി നിന്നു. അംഗീകാരം ലഭിച്ചതിനും പ്രാബല്യത്തിൽ വന്നതിനും ഇടയിലുള്ള 2 മാസക്കാലം ഭരണഘടനയുടെ കരടിന്റെ വിശദമായ വായനയ്ക്ക് മാറ്റിവെച്ചു. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. 1950 ജാനുവരി 24 ഭരണഘടനയുടെ 2 കൈയെഴുത്ത് പ്രതികളിൽ ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പലകുറി പല രൂപത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ രാജ്യത്തിന്റെ കരുത്തുറ്റ ഭരണഘടന തന്നെ. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ ദൈർഘ്യം കൂടിയ ഭരണഘടനയാണെന്നൊക്കെ ചില വിദേശ ഭരണഘടനാ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക് മാത്രം അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ചില കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്ന് മതനിരപേക്ഷതയാണ്. മതങ്ങൾക്കും ജാതിക്കും വർഗീയതയ്ക്കും അപ്പുറം ചിന്തിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം, ആ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എല്ലാം അതിൻ്റെ കീഴിൽ അതിനെ ആദരിച്ചു വേണം. ഇപ്പം തന്നെ ഭരണഘടനയെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞൊരു മന്ത്രി പുലിവാലി പിടിച്ചിട്ടില്ലേ? ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ വിശുദ്ധ പുസ്തകത്തെ തൊട്ടുള്ള കളി വേണ്ട.